ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി. ഇത് റിലേറ്റിവിറ്റിയിലെ മറ്റൊരു കൺസെപ്റ്റ് ആണ്. അതായത് വെലോസിറ്റിക്ക് അനുസരിച്ച് ഒരു ബോഡിയുടെ മാസ് വാരി ചെയ്യുക എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം രണ്ട് ഫ്രെയിംസ് കൺസിഡർ ചെയ്യും. എസ് എന്ന് പറയുന്ന ഫ്രെയിം, എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം, രണ്ട് ഫ്രെയിംസ് കൺസിഡർ ചെയ്യും. ഇനി എസ് പ്രൈം ഫ്രെയിമിൽ നമ്മൾ നോക്കാം. രണ്ട് ബോഡി ഉണ്ട്. എ എന്ന് പറയുന്ന ബോഡി, ബി എന്ന് പറയുന്ന ബോഡി. രണ്ട് പേരുടെയും മാസ് എം ആണ്, ഈക്വൽ ആണ്. എ ഈസ് മൂവിംഗ് ടുവേർഡ്സ് റൈറ്റ് വിത്ത് എ വെലോസിറ്റി യു എക്സ് പ്രൈം ആൻഡ് ബി ഈസ് മൂവിംഗ് ടുവേർഡ്സ് ലെഫ്റ്റ് വിത്ത് എ വെലോസിറ്റി യു എക്സ് പ്രൈം. അപ്പൊ നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. സോ വെലോസിറ്റി ഓഫ് എ ഈസ് യു എക്സ് പ്രൈം, വെലോസിറ്റി ഓഫ് ബി ഈസ് മൈനസ് യു എക്സ് പ്രൈം. അപ്പൊ ഈ രണ്ട് ബോഡിയും എന്ത് ചെയ്യും? ഇനീഷ്യലി ഈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും, രണ്ട് പേരും കൊളൈഡ് ചെയ്യും ആൻഡ് ദേ ഫോം എ ബോഡി ഓഫ് മാസ് m1 പ്ലസ് m2. m1 പ്ലസ് m2 എന്ന് പറയുന്ന നേരം 2m ആയിട്ട് മാറും, മാസ് മാറും. ആൻഡ് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2m ആയിട്ട് മാറും. ആൻഡ് ഇറ്റ് കംസ് ടു റെസ്റ്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത്. ഇനി ഇതേ സംഭവം എസ് ഫ്രെയിമിൽ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് കാണും. ഇയാൾ കാണുമ്പം ലെറ്റ് A have a mass of m1 and it is moving with a velocity u1 before collision. And ഇയാൾ നോക്കുമ്പോൾ B has a mass of m2 and it is moving with a velocity u2. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ m1ഉം ഈ എമ്മും പിന്നെ ഈ m2ഉം എമ്മും തമ്മിലുള്ള റിലേഷൻ. അതാണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ദർ ഈസ് നോ വാരിയേഷൻ ഇൻ മാസ്. ഇനി വാരിയേഷൻ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ m1 m2ഉം ഈ എമ്മും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ഈ ഒരു ഡെറിവേഷനിലൂടെ കണ്ടുപിടിക്കാനുള്ളത്. സോ ഇയാൾ ഒബ്സർവ് ചെയ്യുമ്പം എ ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി u1, ബി ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി u2. നമുക്കറിയാം ഈ ഫ്രെയിം എസ് പ്രൈം ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v. അത്രയും നമുക്കറിയാം. ഇനി കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്തായിരിക്കും കാണുക? ഈ രണ്ട് പേരും കൊളൈഡ് ചെയ്ത് ഒരു ഹയർ മാസ് ഫോം ചെയ്യും. അതിന്റെ മാസ് m1 പ്ലസ് m2 ആയിരിക്കും. ഇയാൾ കാണുമ്പം m1 പ്ലസ് m2 ആയിരിക്കും. ആൻഡ് ഇയാൾ നോക്കുമ്പം ഈ മാസ് റെസ്റ്റിലായിരിക്കില്ല. ഇറ്റ് വിൽ ബി മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v. കാരണം എന്താണ്? ഈ മാസ് എവിടെയുള്ളത്? എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിലാണ്. ആൻഡ് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v വിത്ത് റെസ്പെക്ട് ടു ദി പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ദി എസ് ഫ്രെയിം. അപ്പൊ ഇത്രയും മനസ്സിലായാലും ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? m1 ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി u1. നമ്മൾ മൊമെന്റം കമ്പയർ ചെയ്യാണ്. m1 ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി u1 പ്ലസ് m2 ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി u2. അപ്പം ഇതാണ് momentum, total momentum before collision. Total momentum before collision is equal to total momentum after collision. അപ്പോൾ എന്തായിരിക്കും? ആഫ്റ്റർ കൊളീഷൻ മാസ് m1 ഈസ് മൂവിങ്, m1 പ്ലസ് m2 ആവും, സിംഗിൾ ബോഡി ആയി മാറും. അതിന്റെ മാസ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v. കാരണം ഇയാൾ നോക്കുമ്പം ഈ മാസ് റെസ്റ്റിലായിരിക്കില്ല. ഇറ്റ് വിൽ ബി മൂവിംഗ് വിത്ത് ദി ഫ്രെയിം എസ് പ്രൈം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തറിയാം? വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് അറിയാം. ദാറ്റ് ഈസ് u1 ഈസ് ഈക്വൽ ടു യു എക്സ് പ്രൈം പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു എക്സ് പ്രൈം വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ആൻഡ് u2 ഈസ് ഈക്വൽ ടു യു എക്സ്, നമുക്കറിയാം u2 ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി മൈനസ് യു എക്സ് പ്രൈം ആണ്, പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് യു എക്സ് പ്രൈം വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇവിടെ മൈനസ് വരാൻ കാരണം സെക്കൻഡ് ബോഡി ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി മൈനസ് യു എക്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് യു എക്സ് പ്രൈം എന്ന് വരാൻ കാരണം. ഓക്കെ, ഇവരെ രണ്ടുപേരെ എടുത്ത് നമ്മൾ u1നും u2വും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് ടു ഇൻ ഇക്വേഷൻ 1 വി ഹാവ് m1 ഇൻറ്റു യു എക്സ് പ്രൈം പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു എക്സ് പ്രൈം വി ബൈ സി സ്ക്വയർ പ്ലസ് m2 ഇൻറ്റു ux minus ux prime plus v divided by 1 minus ux prime v divided by c square is equal to m1 plus m2 into v. ഇങ്ങനെയാവും നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ m1ന്റെ ടേംസ്, ഇവിടെ ഒരു m1ന്റെ ടേം ഉണ്ട്, ഇവിടെ ഒരു m1ന്റെ ടേം ഉണ്ട്, ഇവിടെ m2ന്റെ ടേം ഉണ്ട്, ഇവിടെ മറ്റൊരു m2ന്റെ ടേം ഉണ്ട്. അപ്പോൾ രണ്ട് ടേംസിനെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരും. അതായത് m1ന്റെ രണ്ട് ടേംസിനെയും ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും, m2ന്റെ രണ്ട് ടേംസിനെയും റൈറ്റിലേക്ക് കൊണ്ടുവരും.
അപ്പോൾ M1ന്റെ 2 ടേംസിനെ LHSലേക്ക് എടുത്തു, M2ന്റെ 2 ടേംസിനെയും RHSലേക്ക് എടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് LCM അപ്ലൈ ചെയ്യും. അതായത് ഡിനോമിനേറ്ററിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോമൺ ഒക്കെ പുറത്തെടുത്തിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? M1/M2 is equal to 1 plus ux prime v by c square divided by 1 minus ux prime v divided by c square. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടേമിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുക. ഈ ടേമിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്തുണ്ടാവും? ഇവിടെ 1 plus ux prime v divided by c square ഉണ്ടാവും. ഇവിടെ 1 minus ux prime v divided by c square ഉണ്ടാവും. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ M1 മാത്രം വരും, ഇവിടെ M2 മാത്രം വരും. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യുക? റീഅറേഞ്ച് ചെയ്യുക. ഈ ഡിനോമിനേറ്ററിനെ വലത്തെ സൈഡിൽ മുകളിലോട്ടും ന്യൂമറേറ്ററിനെ അവിടെ തന്നെ കീപ്പ് ചെയ്യുക. ഇവിടെ വരുന്ന M2 എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റിൽ താഴോട്ട് എടുക്കും. അപ്പോൾ M1/M2 is equal to 1 plus ux prime v by c square 1 minus ux prime v divided by c square എന്ന് കിട്ടും. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ഇക്വേഷൻ. നമുക്ക് 2 എന്ന് മാർക്ക് ചെയ്യാം. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം യൂസ് ചെയ്തിട്ട് നമ്മൾ M1/M2 is equal to നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ നേരത്തെ ട്രാൻസ്ഫോർമേഷൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് കണ്ടതാണ് U1ന്റെയും U2ന്റെയും. അപ്പോൾ U1 സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ux പ്രൈം പ്ലസ് വി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 plus ux prime v divided by c square the whole square, and U2 square is equal to ux minus ux prime plus v the whole square divided by 1 minus ux prime v divided by c square the whole square എന്ന് വരും. ഇനി ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. ഈ ടേമിനെ LHSനെ നമ്മൾ എന്താക്കി മാറ്റണം? LHSനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യും. സോ ഈ ടേമിനെ മാത്രം നമ്മൾ എടുക്കുക, ഈ എ എന്ന് പറയുന്ന ടേമിനെ. ഇത് നമ്മൾ എന്ത് ചെയ്യും? LHSും RHSും c സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ U1 സ്ക്വയർ ഡിവൈഡ് ബൈ c സ്ക്വയർ ഇസ് ഈക്വൽ ടു ന്യൂമറേറ്റർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, ux പ്രൈം സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 2ux പ്രൈം വി ഡിവൈഡഡ് ബൈ 1 plus ux prime v divided by c square the whole square. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? താഴെ c സ്ക്വയർ കൊണ്ട് LHSൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് RHSലും നമ്മൾ c സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അതേ രീതിയിൽ നമ്മൾ ന്യൂമറേറ്ററും എക്സ്പാൻഡ് ചെയ്യും, ഡിനോമിനേറ്ററും നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ux പ്രൈം സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 2ux prime v divided by c square into 1 plus 2ux prime v divided by c square plus ux prime square v square divided by c raised to 4 എന്ന് നമുക്ക് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഈ LHSനെ എന്ത് ചെയ്യും? 1 minus u1 square divided by c square എന്ന് മാറ്റി എഴുതും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? RHSനെ 1ൽ നിന്ന് കുറച്ചു. അപ്പം നമുക്ക് LHSനെ 1ൽ നിന്ന് നമ്മൾ കുറച്ചു. അപ്പോൾ RHSനെ നമ്മൾ എന്ത് ചെയ്യണം? 1ൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ 1 മൈനസ് ദിസ് ഹോൾ ടേം, ഞാൻ എഴുതുന്നില്ല, 1 മൈനസ് ദിസ് ഹോൾ ടേം എന്ന് പറയുന്നത് 1 മൈനസ് എ എന്ന് എടുക്കുക. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് 1 മൈനസ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ c സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എന്ന് പറയുന്ന ഡിനോമിനേറ്ററും നമ്മൾ മൈനസ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? LCM എടുക്കും. ഈ റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് എന്താ കിട്ടാന്ന് വെച്ചാൽ 1നെ കൊണ്ട് ഈ മൊത്തം ടേമിനെ മൾട്ടിപ്ലൈ എഴുതിയാൽ c സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2ux പ്രൈം v ബൈ c സ്ക്വയർ പ്ലസ് ux പ്രൈം സ്ക്വയർ v സ്ക്വയർ ഡിവൈഡ് ബൈ c റേസ് ടു 4 മൈനസ് ഈ മൈനസ് എന്ത് ചെയ്യും? ഈ 1നെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത് നമ്മൾ ഇവിടെ എഴുതി, നമ്മൾ മൈനസ് എഴുതി. ഇനി നമ്മുടെ ന്യൂമറേറ്റർ എഴുതണം, ux പ്രൈം സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 2ux പ്രൈം വി ഇൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ്? c സ്ക്വയർ ഇൻറ്റു ദ ടേം ഇൻസൈഡ് ദി ബ്രാക്കറ്റ്. അത് നമ്മൾ എന്ത് എഴുതുക? ഇങ്ങനെ തന്നെ എഴുതുക. ഇതന്നെയാണല്ലോ ഇത്, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ് നമുക്ക് LCM എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ എന്ത് ചെയ്തും? c സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ux പ്രൈം വി ബൈ c സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഈ ടേം തന്നെയാണ് ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യും. 1 മൈനസ് u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ c സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും? നോക്കാം, ഈ c സ്ക്വയറിനെ നമ്മൾ ഉള്ളോട്ട് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? c സ്ക്വയർ
പ്ലസ് 2ux പ്രൈം വി സി സ്ക്വയർ എന്താവും ക്യാൻസൽ ആവും പ്ലസ് ux പ്രൈം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ക്യാൻസലായി താഴെ ഒരു സി സ്ക്വയർ മാത്രം വരും മൈനസ് ux പ്രൈം സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇവിടെ നമ്മൾ മൈനസ് വരും മൈനസ് 2ux പ്രൈം വി എന്ന് വരും ദ ഹോൾ ഡിവൈഡഡ് ബൈ ഈ ടേം ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ ആര് കട്ടായി പോവും നോക്കാം 2ux പ്രൈം വി മൈനസ് 2ux പ്രൈം വി ഈ രണ്ട് ടേമും ക്യാൻസൽ ആയി പോവും ദഫോ സി സ്ക്വയർ പ്ലസ് ux പ്രൈം സ്ക്വയർ വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ux പ്രൈം സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ c square into 1 plus ux prime v by c square the whole square നമുക്കിങ്ങനെ കിട്ടും ഇനി ഈ ന്യൂമറേറ്ററിനെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ വീണ്ടും ചുരുക്കി എഴുതും ദാറ്റ് ഈസ് 1 മൈനസ് u1 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ഈ ന്യൂമറേറ്ററിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പം എങ്ങനെ വരുമെന്നറിയാം 1 minus v square divided by c square into 1 minus ux prime square divided by c square whole divided by നമ്മൾ ഈ സി സ്ക്വയർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓക്കെ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പേ ഈ സി സ്ക്വയറിന് മുകളിലോട്ട് എടുത്തിട്ട് നമ്മൾ ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്യും അപ്പം ന്യൂമറേറ്റർ എന്താവും ശ്രദ്ധിക്കുക സി സ്ക്വയർ ബൈ സി സ്ക്വയർ 1 പ്ലസ് ഇവിടെ ഡിനോമിനേറ്ററിൽ സി സ്ക്വയർ വരും ux പ്രൈം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി റേസ് ടു 4 അടുത്ത ടേമിൽ മൈനസ് ux പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ux പ്രൈം വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് വരും ഓക്കെ ഇനി നമുക്ക് ന്യൂമറേറ്ററിന് എന്ത് ചെയ്യാം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു 1 മൈനസ് നോക്കാം 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 1 minus ux prime square divided by c square the whole divided by 1 plus ux prime v divided by c square the whole square. അപ്പോൾ ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ദാറ്റ് ഈസ് 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ux പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ദി ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ux പ്രൈം വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ന്യൂമറേറ്റർ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതേ ടേം തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റി എഴുതും ഇത് നമുക്ക് ഡെറിവേഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 1 മൈനസ് u2 സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ചെയ്ത് കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് നിങ്ങൾ അതേ രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക സോ ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇത്രയും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക്